ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണരഘുനാഥാന്വിതാം ശ്രീവിശാഖാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് की जय. श्रील प्रभुपाद की जय. गुरु महाराज की जय. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിൽ നിന്നുള്ള 18 ദിവസത്തെ ഭഗവത്ഗീതാ പഠനം രണ്ടാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു വൺ ആൻഡ് ഓൾ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അപ്പൊ ഇന്നലെ നമ്മള് ഒന്നാം അധ്യായം കണ്ടു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒന്നാം അധ്യായത്തില് ആ മഹാഭാരത യുദ്ധചരിത്രം, അതുപോലെ ഈ യുദ്ധത്തിന്റെ ആസന്നമായ സന്ദർഭം, അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അവിടെ വെച്ചിട്ട് അർജുനൻ വില്ലാളി വീരനാണ് എന്നാണ് പറയണേ അല്ലേ. പക്ഷെ അവിടെ ബന്ധുജനങ്ങളെ, പൂജനീയരായവരെ ഒക്കെ അവരോടാണ് എതിരിടേണ്ടത് എന്ന് കണ്ട് അർജുനൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറയാണ് അല്ലേ. അർജുനന്റെ അനുകമ്പ മൂലമാണ് അർജുനൻ വിവശനായി പോകുന്നത്. അങ്ങനെ വിവശനായ അർജുനൻ വില്ലും ശരവും താഴെ വെച്ച് തേർത്തട്ടിലിരുന്നു. അത്രയാണ് നമ്മൾ ഇന്നലെ അധ്യായത്തിൽ കണ്ടത്. അപ്പോ അവിടെ ശ്രീല പ്രഭുപാദ് നമുക്ക് വിജയ ചിഹ്നങ്ങൾ, നമുക്കറിയാം പാണ്ഡവരാണ് യുദ്ധത്തിൽ ജയിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിന്റെ വിജയ ചിഹ്നങ്ങളായിട്ട് 9 പോയിന്റ് അവിടെ പറഞ്ഞിരുന്നു. എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ആരാ പറയാ വിജയ ചിഹ്നങ്ങൾ 9 എണ്ണം? ധർമ്മഭൂമി, ധർമ്മക്ഷേത്രം, ദിവ്യമായ രഥം, കവിധ്വജം, ഗാന്ധീവം, ജീവിതം, ഏകാദശി, ഭാഗ്യലക്ഷ്മി, അതെ 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 9 കാര്യങ്ങളാണ്. അർജുനൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറയാനുണ്ടായ 5 കാരണങ്ങൾ ഏതൊക്കെയാണ്? മൃദുല ഹൃദയം, ഭൗതിക സുഖാനുഭവങ്ങൾ, പാപം, കുടുംബപാരമ്പര്യം, തീരുമാനമെടുക്കാനാവാത്ത കുടുംബ പാരമ്പര്യം, സജ്ജനങ്ങൾ, തീരുമാനമെടുക്കാനാവാത്ത അവസ്ഥ. അത്രയും കാര്യങ്ങളാണ് നമ്മള് നോക്കിയത്. ഇനി ക്ഷത്രിയ വീര്യം നശിച്ച അർജുനൻ അല്ലേ, അവിടെ അതാണ് നമ്മൾ അധ്യായത്തിന്റെ അവസാനം കണ്ടത്. ധർമ്മമേത് അധർമ്മമേത് എന്നൊന്നും അറിയാൻ വയ്യാതെ വന്ന വേളയില് ഇപ്പോഴെന്താ ചെയ്യണേ? ഭഗവാനിൽ ശരണാഗതി അടയുന്നുണ്ട്. ഈ അധ്യായത്തിൽ അതാണ് ഏറ്റവും വലിയ അധ്യായമാണ് കേട്ടോ അത്. 72 ശ്ലോകങ്ങളുണ്ട്. 18-ാം അധ്യായത്തിൽ 78 ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ ഈ 2 അധ്യായങ്ങളാണ് ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകണം. അപ്പൊ ഇതാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ്. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ കേൾക്കേണ്ടതാണ്. കാരണം മുഴുവൻ ഭഗവത്ഗീതയുടെയും സാരസംഗ്രഹമാണ് ഈ 2-ാം അധ്യായമായിട്ടുള്ള സാഖ്യയോഗം എന്നുള്ളത്.
അപ്പൊ നന്നായിട്ട് ശ്രദ്ധ വേണ്ടതാണ്. അപ്പോ അവിടെ ക്ഷത്രിയ വീര്യം നശിച്ച അർജുനന് അധർമ്മം എന്തെന്ന് അറിയാൻ വയ്യാതെ വന്ന വേളയിൽ ഭഗവാനിൽ ശരണാഗതി ചെയ്യാണ്. ഈ അധ്യായത്തിൽ നമ്മൾ അത് കാണും. അപ്പോഴ് തൊട്ടാണ് ഭഗവാൻ 11ാമത്തെ ശ്ലോകം മുതലാണ് ഭഗവാൻ ഇവിടെ ആത്മതത്വം ഉപദേശിക്കുന്നത്. ആത്മാവിനെ കുറിച്ചൊക്കെ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. ഭഗവാന്റെ ഉപദേശങ്ങൾ ആരംഭിക്കുന്നത് 2ാം അധ്യായത്തിൽ 11ാമത്തെ ശ്ലോകം മുതലാണ്. അപ്പൊ നശ്വരമാണ് ഈ ശരീരം. നമ്മുടെ ഈ സ്ഥൂല ശരീരം ഉണ്ടല്ലോ, അത് പഞ്ചഭൂതാത്മകമാണ്. അത് നശിക്കുന്നതാ അല്ലെ. കൂടി വന്നാൽ ഒരു 100 വർഷം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഈ ശരീരം ഉണ്ടാവില്ല. എന്നാൽ അതിനകത്തൊരു ആത്മാവുണ്ട്. ജീവൻ, സത്ത, ചേതന, അവബോധം, പല പല പേരുകളിൽ പറയാം. ആ ആത്മാവിനെ കുറിച്ച് നമ്മൾ അറിയണം. അത് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. പുനർജന്മം എന്ന പ്രക്രിയ പറയുന്നുണ്ട്. ഭഗവത് പ്രീതിക്കായിട്ട് നിസ്വാർത്ഥ സേവനത്തിന്റെ സ്വഭാവം അത് നമ്മൾക്ക് ഇവിടെ വിവരിക്കുന്നുണ്ടാവും. മാത്രമല്ല ആത്മസാക്ഷാത്കാരം നേടിയ ഒരാളിന്റെ സവിശേഷതകൾ ഇവിടെ പറയും. ഇപ്പോ അർജുനനെ ബുദ്ധിയോഗത്തിലേക്ക് അതല്ലെങ്കിൽ ഭക്തിയോഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ ഈ ആത്മാവിനെയും ശരീരത്തിനെയും ഒക്കെ അപഗ്രഥിച്ച് പറയുന്നത്. ഇപ്പോ വിഷണ്ണനായിട്ട് ഇരിക്കുന്ന ആ അർജുനനാണ് അല്ലെ. ആ അർജുനനെ ഒന്ന് കർമ്മോത്സുകനാക്കണം അല്ലെ, യുദ്ധോത്സുകനാക്കണം. അതാ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് 2ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. ഹരേ കൃഷ്ണ. സ്ക്രീൻ ഓക്കെ അല്ലേ? സ്ക്രീൻ റീന മാതാജി വന്നിട്ടുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോളൂ. ഹരേ കൃഷ്ണ. അപ്പോ അധ്യായം 2 സാഖ്യയോഗം എന്നാണ്. ശ്രീല പ്രഭുപാദ് ഇതിന് ഗീതാ വിഷയ സംഗ്രഹം എന്നാണ് പേര് കൊടുത്തത്. കാരണം ഭഗവത്ഗീതയിലെ സംഗ്രഹമാണിത് ഈ അധ്യായം. ഇതിലെ കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം എല്ലാമേ പറഞ്ഞിട്ടുണ്ട് ഈ അധ്യായത്തില്. അതുകൊണ്ട് സശ്രദ്ധം നമ്മൾ പഠിക്കേണ്ട അധ്യായം. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. അപ്പോ മനുഷ്യൻ പല വിധത്തിലല്ലേ, എല്ലാവരും ഒരേ കഴിവുകൾ ഒന്നുമുള്ള ആൾക്കാരല്ല അല്ലെ. പലരും 4 ലക്ഷം തരം ആൾക്കാരുണ്ടെന്നാ പറയണേ. മനുഷ്യരില് 4 ലക്ഷം ടൈപ്സ് ഓഫ് പീപ്പിൾ ഉണ്ടെന്നാ പറയണേ. അത് അവരുടെ ആ ബോധമണ്ഡലം, അവബോധം അനുസരിച്ചിട്ടാണ് അത് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒരേ തരത്തിലല്ല സാക്ഷാത്കാരം ചെയ്യുന്നത് ഓരോന്നിനെയും. അപ്പോ പലരും, ചില പേര് ബ്രഹ്മൻ എന്ന് ഭഗവാനെ സാക്ഷാത്കാരം, ഈശ്വരൻ ബ്രഹ്മനായിട്ട്, ചിലവര് പരമാത്മാവായിട്ട്, ചിലവരോ ഭഗവാനായിട്ടാണ് സാക്ഷാത്കാരം നടത്തുന്നത്. ബ്രഹ്മൻ, പരമാത്മാവ്, ഭഗവാൻ. അതാണ് ഇവിടെ ബ്രഹ്മൻ എന്ന് പറയുന്നത്. ആ ബ്രഹ്മജ്യോതിസ്, ആ പ്രകാശം, അതിനെയാണ് സാക്ഷാത്കരിക്കുന്നത്. ആ ഭഗവത് ജ്യോതിയാണത്. പിന്നെ കുറച്ചുകൂടെ ഭഗവാനെ കുറിച്ച് അറിയുന്നവര് പരമാത്മാവായിട്ട് ചതുർഭുജനായിട്ടുള്ള ആ രൂപത്തിൽ സാക്ഷാത്കരിക്കുന്നു. എന്നാൽ കുറച്ചുകൂടി ഭഗവാനെ കുറിച്ചിട്ടുള്ള അറിവ് നേടുമ്പോൾ എന്താണ്, ആ ഭഗവാൻ, ആ പ്രഭു ശ്രീകൃഷ്ണൻ ശ്യാമസുന്ദര രൂപനായിട്ടുള്ള ആ ഗോപരൂപായിട്ടുള്ള ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ. ഭഗവാൻ ശ്രീകൃഷ്ണനെ അങ്ങനെ സാക്ഷാത്കരിക്കും. അതാണിവിടെ ബ്രഹ്മൻ, പരമാത്മാ, ഭഗവാൻ എന്നിങ്ങനെ 3 തരത്തിലാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിളിൽ കൂടെ പറയുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോ രാവിലെ 5:30 മണി 6 മണിയാവുമ്പോൾ നമ്മൾ പറയുമല്ലേ, സൂര്യൻ ഉദിക്കുന്നുണ്ട് എന്ന് പറയും. വെളിച്ചം കുറേശ്ശെ ഇങ്ങനെ വെളിച്ചത്തിന്റെ ലാഞ്ചന വീശുമ്പോൾ നമ്മൾ പറയും സൂര്യരശ്മികൾ വരാൻ തുടങ്ങുമ്പോൾ. അതാണ് ബ്രഹ്മൻ സാക്ഷാത്കാരത്തിനോട് ഉപമിക്കാൻ പറ്റണത്. എന്നാൽ കുറെ കൂടി നമ്മൾ സൂര്യന്റെ അടുത്തേക്ക് പോകുകയാണെങ്കിൽ സൂര്യമണ്ഡലം കാണാൻ സാധിക്കും അല്ലെ. അതാണ് പരമാത്മാ സാക്ഷാത്കാരം. കുറച്ചും കൂടെ നമ്മൾ ഇനി നമുക്ക് പോകാൻ പറ്റില്ല, എന്നാൽ പോലും ആ സൂര്യഗോളത്തിനകത്ത് ആരാണുള്ളത്? ആദിത്യ ഭഗവാനുണ്ട് അല്ലെ. ആദിത്യ ദേവൻ ഇങ്ങനെ 7 കുതിരകളെ പൂട്ടിയ, വെളുത്ത കുതിരകളെ പൂട്ടിയ ആ തേരിലിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ഇപ്പോ ബ്രഹ്മൻ, പരമാത്മാ, ഭഗവാൻ അങ്ങനെയുള്ള 3 സാക്ഷാത്കാരം സൂര്യരശ്മികളോട്, സൂര്യമണ്ഡലത്തോട്, സൂര്യഭഗവാനോട് അങ്ങനെ ഉപമിക്കാൻ സാധിക്കും. ഇനി ഇവിടെ ഭഗവാൻ
എന്നുള്ള ഒരു വാക്കുണ്ട് അല്ലെ. ഭഗവാൻ എന്ന് വെച്ചാൽ എന്താന്നോ, 6 ഭഗങ്ങളുള്ള ആളാണ് അത്രേ. 6 ഐശ്വര്യങ്ങളോട് കൂടിയ ഭഗവാൻ. 6 ഐശ്വര്യമൊന്നും അല്ലാട്ടോ, ഭഗവാന് 64 ഐശ്വര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 6 ഐശ്വര്യങ്ങളെയാണ് ഇവിടെ പറയുന്നത്. ഇത് ഇങ്ങനെ നിർവചിച്ചിരിക്കുന്നത് ആരാണെന്നോ, നമ്മൾക്കറിയാം, വ്യാസദേവനെ നമുക്കറിയാം. വ്യാസദേവന്റെ പിതാവ് ആരാണ്? പരാശര മുനിയാണ്. പരാശര മുനിയാണ് ഭഗവാൻ എന്നുള്ള വാക്കിനെ നിർവചിച്ചിരിക്കുന്നത്. അപ്പോ വ്യാസദേവനെ നമുക്കറിയാം അല്ലെ. വ്യാസൻ രചിച്ചതാണ് എല്ലാ 4 വേദങ്ങള്, ഈ പുരാണങ്ങള്, ഇതിഹാസങ്ങള് എല്ലാമേ എഴുതിയത് വ്യാസദേവനാണ്. ആ മഹാഭാരതത്തിലുള്ള അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഭഗവത്ഗീതയാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ സൗന്ദര്യം, സമ്പത്ത്, കീർത്തി, ശക്തി, ജ്ഞാനം, വൈരാഗ്യം എന്നീ ഷഡ് ഐശ്വര്യ സമ്പൂർണനാണ് ഭഗവാൻ. അപ്പൊ എന്താ അങ്ങനെ പറയണേ? സൗന്ദര്യം, ഭഗവാന് സൗന്ദര്യം ഉണ്ടോ? കന്ദർപ്പകോടി കമനീയ വിശേഷ ശോഭം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി എന്നാണ്. അപ്പൊ ഭഗവാന് ഒരു കാമദേവന് തന്നെ വലിയ സൗന്ദര്യ അല്ലെ. അപ്പൊ കോടി കാമദേവന്മാരുടെ സൗന്ദര്യാണെന്നാ പറയണേ ഭഗവാൻ കൃഷ്ണന്. അപ്പോ പിന്നെ സമ്പത്തിന്റെ കാര്യത്തിൽ എന്താ? ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് യൂണിവേഴ്സ്, ഇവിടെയുള്ള എല്ലാമേ അല്ലെ. അതുപോലെ അങ്ങനെ എത്രയോ പ്രപഞ്ചങ്ങളാണ് ഭഗവാന് ഉള്ളത് അല്ലെ. അതിന്റെ ഒക്കെ ഉടമ ആരാണ്? ഭഗവാനാണ്. കീർത്തി, അന്ന് 5000 വർഷം മുമ്പത്തെ എടുത്താൽ പോലും കോടാനുകോടി വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടത് വരും. പക്ഷെ നമുക്കിപ്പോ പറയേണ്ടത് 5000 വർഷം മുമ്പുള്ള ഭഗവത്ഗീത അല്ലെ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കണത്. ഭഗവാന്റെ കീർത്തി അതിലൂടെ കൂടുതൽ കൂടുതൽ പ്രശസ്തമായിട്ട് വരികയാണ് ചെയ്യണത്, മേന്മ വർദ്ധിക്കുകയാണ് ചെയ്യണത് അല്ലെ. അതുപോലെ ശക്തിയുടെ കാര്യത്തില് ഭഗവാൻ മാനവ വേഷം എടുത്തിട്ട് മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നു അല്ലെ. ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചു. 7 വയസ്സുള്ള ഒരു കുട്ടിയാണ് അല്ലെ. ഗോവർദ്ധന പർവ്വതത്തിനെ ഇടത്തെ കൈയിന്റെ ചെറുവിരൽ കൊണ്ട് ഉയർത്തി എന്നാണ്. ഭഗവാന്റെ ശക്തി, അതുപോലെ ജ്ഞാനം, എല്ലാ വേദവും എല്ലാം വന്നിട്ടുള്ളത് ഭഗവാനിൽ നിന്നാണ്. വേദങ്ങളിലൂടെ അറിയേണ്ടതും ഭഗവാൻ തന്നെയാണ് എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ എല്ലാ അറിവും ഭഗവാനിൽ നിന്നാണ് വരുന്നത്. അതുപോലെ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വൈരാഗ്യം അല്ല കേട്ടോ, പക അതല്ല, രാഗമില്ലായ്മ, അതാണ് വൈരാഗ്യം. ഒന്നിനോടും ഒരു ഒട്ടലില്ല, ഒന്നിനോടും ഒരു രാഗമില്ല അല്ലെ. ധാരാളം നമുക്കൊക്കെ ധനത്തിനോട് ആശ, അല്ലെങ്കിൽ പദവിയോട് അല്ലെ, പ്രശസ്തിയോട് ഒക്കെ ആശയുണ്ട്. ഭഗവാന് ഒന്നിനോടും ആശയില്ല, വൈരാഗ്യം. അങ്ങനെ സൗന്ദര്യം, സമ്പത്ത്, കീർത്തി, ശക്തി, ജ്ഞാനം, വൈരാഗ്യം, ഇങ്ങനെയുള്ള ഷഡ് ഐശ്വര്യ സമ്പൂർണനാണ് ഭഗവാൻ. അതാണ് പരാശര മുനി ഭഗവാനെ കുറിച്ച്, കൃഷ്ണനെ കുറിച്ച് നിർവചിച്ചിട്ടുള്ളത്. അപ്പോ ഇപ്പൊ നമ്മൾ കണ്ടത്, കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാനം നമ്മൾ കണ്ടു അർജുനൻ വിവശനായി അല്ലേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്ക്രീൻ കറക്റ്റ് അല്ല, സ്ക്രീൻ റീഡബിൾ അല്ല. റീഡബിൾ അല്ലേ ഇപ്പോഴോ? ഇത് എനിക്ക് തോന്നുന്നത് ലാപ്പ് എന്നാണ് പ്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് അത് ലാപ്പ് മുഴുവനാണ് കാണുന്നത്, സ്ക്രീൻ വിൻഡോ. ലാപ്ടോപ്പിലാണ് കാണുന്നത്. ഇപ്പൊ റീഡബിൾ ആണ്. നേരത്തെ കട്ടായിട്ടാവുന്നുണ്ടായിരുന്നു. ഓക്കെ. ഹരേ കൃഷ്ണ. കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാനത്തിൽ നമ്മൾ അർജുനന്റെ ആ ഭാവമാണ് കണ്ടത്. അപ്പോഴ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു കുട്ടി, നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിയാണ്. ആ കുട്ടി ഇപ്പോ 10ാം ക്ലാസ്സിലെ ഫൈനൽ എക്സാം ആണ്. അപ്പോൾ പറയാണ്, മുൻ പരീക്ഷകളിലെല്ലാം തിളങ്ങിയ കുട്ടിയായിരുന്നു. പരീക്ഷയുടെ അടുത്തപ്പോ പറയാണ് മാതാപിതാക്കളോട്, എനിക്ക് എല്ലാം മറന്നു പോണു, എനിക്ക് ഒന്നും എഴുതാൻ പറ്റണില്ല എന്ന് പറയാണ്. അപ്പൊ അമ്മയും അച്ഛനും എന്താ ചെയ്യാ? ഓ, ഇത്രയും നാള് നീ നല്ല മാർക്കൊക്കെ വാങ്ങി പാസ്സായതല്ലേ, നിന്നെ കൊണ്ടാവും എന്ന് പറയുമ്പോ ആ കുട്ടിക്ക് ഒരു ധൈര്യം കിട്ടുകയാണ് അല്ലെ. അതുപോലെ മനഃശാസ്ത്രപരമായിട്ട് ഭഗവാൻ അർജുനനെ പറയാണ്, നിനക്ക് എങ്ങനെ ഈ ശ്രേഷ്ഠമല്ലാത്ത കാര്യം, ഈ ദുഷ്കീർത്തികരമായത് തോന്നി യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങാൻ നിനക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഇത്രയും നാള് എല്ലാവരും നിന്നെ വാഴ്ത്തി, ഇപ്പോൾ നീ ഭീരുവാണോ? എന്താണ് ഇങ്ങനെ എന്ന്. അപ്പോ ഞാൻ അറിയുന്ന അർജുനൻ ഇത്തരത്തിലല്ല എന്ന് കൃഷ്ണൻ പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒന്ന് കുലുക്കി ഉണർത്താണ് അർജുനനെ.
അഭിമാനക്ഷതം ഉണ്ടാക്കുന്ന തരത്തിലൊക്കെ പറയുന്നുണ്ട്. ഇപ്പോ സൈക്കോളജിക്കൽ അപ്രോച്ചിലൂടെയാണ് ഭഗവാൻ അർജുനനെ കർമ്മോത്സുകനാക്കുന്നത്. അതാണ് നമ്മൾ ഈ അധ്യായത്തില് കാണാൻ പോകുന്നത്. ഹരേ കൃഷ്ണ. അപ്പോ എല്ലാ ശ്ലോകങ്ങളും ടച്ച് ചെയ്യുന്നുണ്ടാവില്ല. എല്ലാ ശ്ലോകങ്ങളുടെയും സാരാംശം, ഫുൾ ചാപ്റ്ററിന്റെ സാരാംശം നിങ്ങളിൽ എത്തിക്കും. എല്ലാ ശ്ലോകങ്ങളും കവർ ചെയ്യാൻ സമയപരിമിതി കൊണ്ട് സാധിക്കില്ല. ഹരേ കൃഷ്ണ. അപ്പൊ അശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളുമായിട്ട് നിൽക്കുന്ന അർജുനനെ കണ്ടിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, ഈ മനുഷ്യ ജീവിതത്തിന്റെ മൂല്യം എന്തെന്ന് അറിയുന്ന ഒരാൾക്ക് ചേർന്നതല്ല നിന്റെ ഈ ഭാവം. ഇത് നിനക്ക് ദുഷ്കീർത്തി ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ അർജുനൻ പറയാണ്, പാവം അല്ലെ, അർജുനൻ പറയാണ്, മഹാത്മാക്കളായ ഗുരുജനങ്ങളെ കൊല്ലുന്നതിലും നല്ലത് ഭിക്ഷയെടുത്ത് ജീവിക്കുകയാണ്. അങ്ങനെ വിരക്തനായി അർജുനൻ അല്ലെ, സന്യാസിയാവാൻ പോവുക അർജുനൻ. അങ്ങനെ അപ്പോഴാണ് ഇവിടെ ഒരു വ്യക്തിക്ക് ഈ ജീവിത ലക്ഷ്യം നിറവേറ്റാൻ ഉതകുന്ന വഴി കാട്ടിത്തരാൻ കഴിയുന്ന വിശ്വാസ്യനായിട്ടുള്ള ഒരു ആധ്യാത്മിക ഗുരു ആവശ്യമാണ്. അപ്പോ അതുകൊണ്ട് ഭഗവാനിൽ ശരണാഗതി ചെയ്യുന്നുണ്ട്, ഭഗവാന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയാണ് അർജുനൻ. ഈ ധന്യമായിട്ടുള്ള ശ്ലോകം, 7ാമത്തെ ശ്ലോകം. കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മ സമ്മൂഢചേത യേ ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. പറയാണ്, ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യനിർവഹണത്തെപ്പറ്റി ഒന്നും വ്യക്തമാകുന്നില്ല. ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് യോജിച്ചതെന്ന് പറഞ്ഞു തരണം. ഇപ്പോഴെനിക്ക് ശരി തെറ്റുകൾ മനസ്സിലാവുന്നില്ല കൃഷ്ണ. എനിക്ക് ആത്മനിയന്ത്രണമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്ത് ചെയ്യേണ്ടു അറിയുന്നില്ല. ഈ അവസ്ഥയില് എനിക്ക് എന്താണ് യോജിച്ചതെന്ന് അങ്ങ് പറഞ്ഞു തരൂ എന്ന് പറയാണ്. ഞാനിപ്പോൾ അങ്ങയെ ശരണം പ്രാപിച്ച ശിഷ്യനാണ്, ദയവായി ഉപദേശം തന്നാലും എന്ന്. അപ്പൊ ഒരു ശിഷ്യത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗുരു ഉപദേശങ്ങൾ ചെയ്യും അല്ലെ. ഇതുവരെ തേരാളിയാണ്, സുഹൃത്താണ് അല്ലെ, ഭക്തനാണ്. അങ്ങനെയുള്ള അർജുനൻ ഇപ്പൊ എന്താ ചെയ്യണേ? ഭഗവാനില് ശരണാഗതി അടഞ്ഞു. എനിക്ക് ഭഗവാൻ അല്ലാതെ ആരുമില്ല, എന്നെ ശിഷ്യനായിട്ട് അംഗീകരിക്കൂ, എനിക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകൂ എന്ന് പറയാണ്. അപ്പോ ഒരു ജീവിത ലക്ഷ്യം നിറവേറ്റാൻ ചില സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാതെ വരുമ്പോഴ് ആധ്യാത്മിക ഗുരു ഉണ്ടെങ്കിൽ ആ ഗുരുവാണല്ലേ നമ്മളെ ശരിയായ വഴിക്ക് നയിക്കുന്നത്. ഇപ്പൊ ശ്രീല പ്രഭുപാദ വിവർത്തനത്തിൽ പറയുന്നുണ്ട്, ആരും കൊളുത്താതെ തന്നെ ആളിക്കത്തുന്ന കാട്ടുതീ പോലെയാണ് ജീവിത പ്രശ്നങ്ങൾ വരിക ഓരോരുത്തരുടെ ജീവിതത്തിലും. അപ്പൊ നാം ആഗ്രഹിക്കാതെ തന്നെ ഓരോ വിഭ്രാന്തികൾ വന്നു ചേരുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നമ്മൾ സംഭ്രാന്തരാവണ സമയത്ത് ആ ശാസ്ത്രസമ്മതമായിട്ടുള്ള ഒരു പരിഹാരം ആരാ കാണിച്ചു തരിക? ഗുരുവാണ് കാണിച്ചു തരേണ്ടത് അല്ലെ. മനുഷ്യ ജന്മം എന്ന് പറഞ്ഞാല് അമൂല്യ സ്വത്താണ് അല്ലെ, ശ്രേഷ്ഠതമമായ ജന്മമാണ് മനുഷ്യ ജന്മം. ഭഗവാനെ മനസ്സിലാക്കാൻ മനുഷ്യന് മാത്രല്ലേ സാധിക്കുള്ളൂ അല്ലെ. ധർമ്മം എന്ത്, സത്യം എന്ത് എന്നൊക്കെ ഒരു മൃഗങ്ങൾക്ക് അറിയോ അല്ലെ. ഇപ്പോ നമുക്ക് കൈവന്നിട്ടുള്ള ഈ അവസരം ഉണ്ടല്ലോ, അത് വേണ്ട വിധം നമ്മൾ ഉപയോഗിക്കണം. മനുഷ്യ ജന്മം എന്നുള്ള ആ അസുലഭ അവസരം ഉണ്ടല്ലോ, അതാണ് നമ്മളിപ്പോ സഫലമാക്കേണ്ടത്. ഇപ്പോ അർജുനൻ മനസ്സിലായി, ജീവിതത്തിലെ ചുട്ടുനീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് തന്റെ ജ്ഞാനമോ കഴിവോ ഒന്നും കൊണ്ടാവില്ല എന്ന് അർജുനൻ ഇപ്പൊ ഇവിടെ മനസ്സിലാക്കുകയാണ്. അപ്പോ ഭഗവാൻ പറഞ്ഞത് എന്താ? നീ ബുദ്ധിമാനാണ് എങ്കിലും ആവശ്യമില്ലാത്തവയെ ചൊല്ലി നീ ദുഃഖിക്കുകയാണ് ഇപ്പൊ ചെയ്യണത്. നീയും ഞാനുമൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഈ കാണുന്ന രാജാക്കന്മാരും ആരും ഇല്ലാതാവില്ല ഒരിക്കലും എന്നെല്ലാം പറഞ്ഞിട്ട് ആത്മാവിനെ കുറിച്ച് അവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഗുരുവാണ് അല്ലെ, ഇപ്പൊ ഗുരുവാണ്, എന്നെ ശിഷ്യനായിട്ട് അംഗീകരിക്കൂ എന്ന് പറഞ്ഞപ്പോഴ് ഭഗവാൻ ഉപദേശങ്ങള് ആരംഭിക്കാണ്. 13ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുന്നു. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരധീരസ്തത്ര ന മുഹ്യതി. ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെ പറ്റി സംഭ്രമമുണ്ടാവില്ല. അപ്പോ ശരീരസ്ഥനായ ആത്മാവ്, ശരീരത്തിനകത്തിരിക്കുന്ന ആത്മാവ്, ആ ജീവൻ, ആ ചേതന,
അത് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നുണ്ട് അല്ലെ. എല്ലാം ആ ശരീരത്തിനും മാറ്റമുണ്ട് അല്ലെ. അങ്ങനെ കടക്കുന്ന പോലെ മാത്രാണ് മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പൊ നമ്മള് ഒരു ശിശു ബാലനായി 5 വയസ്സായി, അപ്പൊ നമ്മൾ കരയാറുണ്ടോ? അയ്യോ എന്റെ ശൈശവം നഷ്ടപ്പെട്ടു പോയേ എന്ന് പറഞ്ഞിട്ട് കരയോ? അതുപോലെ ഒരു ബാലൻ യൗവനത്തിലേക്ക് കടന്നു, അപ്പൊ നമ്മൾ ഓ ബാല്യം നഷ്ടപ്പെട്ടു പറഞ്ഞിട്ട് കരയോ? ഇല്ല. അതുപോലെ തന്നെയാണ് മരണവും. ആ വാർദ്ധക്യം കഴിഞ്ഞിട്ട് ആ ശരീരം നിലം പതിക്കണു അല്ലെ, ആ ജീവൻ ആ ആത്മാവ് ശരീരത്തിൽ നിന്ന് ത്യജിക്കണു. ആ സമയത്ത് അതാണ് മരണം എന്ന് പറയണത്. അപ്പോഴേ പിന്നീട് ആത്മാവിന് എന്താ സംഭവിക്കണത്? ആ ആത്മാവ് മറ്റൊരു ശരീരം സ്വീകരിക്കുകയാണ് ചെയ്യണത്, മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യണത്. അപ്പോ ഈ ജീർണിച്ച് വേണ്ടാതായ കാല് വയ്യ, കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല, അങ്ങനെയുള്ള ശരീരം പോയിട്ട് ഫ്രഷ് പീസ് ഒരെണ്ണം കിട്ടുമ്പോ സന്തോഷിക്കല്ലേ വേണ്ടത് അല്ലെ? മരണത്തിന് സന്തോഷിക്കുകയാണ് വേണ്ടത് നമ്മള് അല്ലെ. അതാണ് ഇവിടെ പറയണത്. ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മാത്രമാണ് മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതിന് കരയേണ്ട ആവശ്യമില്ല അല്ലെ. സങ്കടം ദുഃഖമൊന്നും വേണ്ട. സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെ പറ്റി സംഭ്രമം ഉണ്ടാവില്ല. അപ്പൊ ഒരാള് മരിച്ചു എന്ന് പറഞ്ഞിട്ട് അവര് സമചിത്തനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരാള് ഇതില് ഒരു വ്യസനവും ഒരു ദുഃഖവും സംഭ്രമവും ഒന്നും കാണിക്കേണ്ടതില്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഇവിടെ നോക്കൂ, സ്ഥൂല ശരീരം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് സ്ഥൂല ശരീരം. അഗ്നി, വെള്ളം, ആകാശം, വായു, എർത്ത്, ഭൂമി, അങ്ങനെയുള്ള ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള സ്ഥൂല ശരീരമാണ്. അതിനകത്ത് ഈ എന്താ പറയാ സ്പിരിച്വൽ സ്പാർക്കാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത്. ജീവൻ, സത്ത, ചേതന, അവബോധം, പല 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 പേരുകളുണ്ട്. അപ്പൊ അതാണ് ആത്മാവാണ്. ആത്മാവിന് നാശമില്ല. സ്ഥൂല ശരീരം നശിക്കുന്നതാണ്, ആത്മാവ് നശിക്കാത്തതാണ്, ശാശ്വതനാണ്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ നോക്കൂ, ഒരു പിക്ചറില് ഒരു കുട്ടി ജനിക്കുന്നുണ്ട് അല്ലെ. കുട്ടിക്ക് ആത്മാവുണ്ട് അല്ലെ. ആത്മാവാണ് ചേതന കൊടുക്കുന്നത് ആ ജഡശരീരത്തിന്. അങ്ങനെ കുട്ടി ആ ബാല്യത്തിലേക്ക് വന്നു, കൗമാരത്തിലേക്ക് വന്നു, യൗവനത്തിലേക്ക് വന്നു അല്ലെ. പ്രായപൂർത്തിയായി, കുറെ ജോലികളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ക്ഷയിക്കാൻ തുടങ്ങി, പ്രായമായി, വൃദ്ധാവസ്ഥയിലായി, അങ്ങനെ മരിക്കുന്നു അല്ലെ. ഈ ശരീരത്തിന് മാത്രമാണ് മാറ്റം സംഭവിക്കുന്നത്. ആത്മാവ് സെയിം ടു സെയിം ആണ് അല്ലെ എല്ലായിടത്തും. ആത്മാവിന് ഒരു മാറ്റം ഇല്ല അല്ലെ. ശരീരം മാത്രമാണ് മാറുന്നത്. അങ്ങനെ ഈ മരിച്ചു കഴിയുമ്പോഴേ ഈ ആത്മാവ് മരിക്കുന്നില്ല. ഈ ആത്മാവ് വീണ്ടും വേറൊരു ശരീരം സ്വീകരിക്കുന്നു. അപ്പോ ആ പുനർജന്മം എന്നുള്ള പ്രക്രിയ അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കാറ് പ്രവർത്തിപ്പിക്കാൻ ഒരു ഡ്രൈവർ വേണ്ടേ? അതുപോലെ നമ്മുടെ ഈ സ്ഥൂല ശരീരം ജഡവസ്തുവാണ്. അതിന്റെ അകത്ത് ഈ ചേതന ഉണ്ടെങ്കിൽ, ഈ ആത്മാവ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് പ്രവർത്തിക്കാനാവുള്ളൂ അല്ലേ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാറ് വെറുതെ നിർത്തിയാ പോരാ, കാറ് ഡ്രൈവർ ഓടിച്ചാലേ കാറ് പ്രവർത്തിക്കുള്ളൂ അല്ലെ. അതുപോലെയാണ് ശരീരം. ഇപ്പൊ ഇവിടെ നോക്കൂ, പല പല ജന്മങ്ങൾ എടുക്കുകയാണ് നമ്മൾ വേണ്ടത്. 84 ലക്ഷം തരം സ്പീഷീസ് ഉണ്ട്, ജീവാത്മാക്കളുണ്ട് ഈ പ്രപഞ്ചത്തില്. 84 ലക്ഷം ടൈപ്പ് സ്പീഷീസ് ആണ് ഉള്ളത്. അത് വെള്ളത്തിനകത്തും മണ്ണിനകത്തും അഗ്നിക്കുള്ളിലും അങ്ങനെ അങ്ങനെ പക്ഷികളായിട്ടും മരങ്ങളായിട്ടും ഇഴജന്തുക്കളായിട്ടും ജലജീവികളായിട്ടും പറവകളായിട്ടും അങ്ങനെ അങ്ങനെ അല്ലെ. മൃഗങ്ങള്, വലിയ 2 കാല് 4 കാല് കുറെ കാലുകളുള്ള, അങ്ങനെ എത്ര വൈവിധ്യമാർന്നിട്ടുള്ള എത്ര ജീവികളാ കാണാൻ പറ്റണ അല്ലെ. 84 ലക്ഷം തരമാണെന്നാ പറയുന്നത് സ്പീഷീസ് ഉണ്ട് ഈ പ്രപഞ്ചത്തില്. അതിലൂടെയൊക്കെ ജനിച്ച് മരിച്ച് വന്നിട്ടാണ് നമ്മളിപ്പോ ഇവിടെ ഈ മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്നത്, നമ്മുടെ ആത്മാവ്. ഇനിയും നമ്മളുടെ കർമ്മ ഫലം അനുസരിച്ചിട്ട് നമ്മൾ ഇനിയും എത്ര മൃഗശരീരോ എന്തൊക്കെ പുഴുവിന്റെ ശരീരോ എന്തൊക്കെ എടുക്കണം. അപ്പോ നമ്മൾ ഇത്രയൊക്കെ 84 ലക്ഷം തരം ജീവികളുടെ ശരീരത്തിലൂടെ ജനിച്ചു മരിച്ച ആത്മാവാണ് ഇന്ന് നമ്മളുടെ ഈ മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്ന ആത്മാവ്.
അപ്പൊ അതാണ് ഇവിടെ കാണിക്കുന്നത്. ഹരേ കൃഷ്ണ. ഇവിടെ നോക്കൂ, ഒരു മാതാജി എന്താ ചെയ്യണേ, ഒരു കൂടുണ്ട് അല്ലെ, പക്ഷിക്കൂടിനെ ഗോൾഡൻ കളർ പെയിന്റ് ഒക്കെ ചെയ്തിട്ട് വലിയ വൃത്തിയാക്കിയിട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അല്ലെ. പക്ഷെ അതിനകത്തുള്ള പക്ഷിയോ മരിച്ചു ചത്തുപോയി അല്ലെ. നേരെ മറിച്ച് ഇവിടെ നോക്കൂ, ഇവിടെ കൂടിന് അത്രയ്ക്ക് വലിയ ഭംഗിയൊന്നും ഇല്ല, പക്ഷെ അതിനകത്തുള്ള പക്ഷി വളരെ സ്മാർട്ടാണ് അല്ലെ, ആക്റ്റീവായിട്ട് ഇരിക്കണു. അതുപോലെ നമ്മൾ ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ശരീരത്തിനെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയിട്ട് നന്നാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ ആത്മാവിനാണ് പരിപോഷണം കൊടുക്കേണ്ടത്, ആത്മാവിനെയാണ് പോഷിപ്പിക്കേണ്ടത്. എന്നാലാണ് നമുക്ക് ശ്രേയസ് ഉണ്ടാവുള്ളൂ. ആത്മാവിനെ എങ്ങനെയാ പോഷിപ്പിക്കുക? ആത്മാവിനെ ഭഗവാൻ പരമാത്മാവുമായിട്ട് ബന്ധിപ്പിക്കണം അല്ലേ. ആത്മാവും പരമാത്മാവുമായിട്ട് ബന്ധപ്പെടണം. അതിനാണ് ഭഗവത്ഗീതയിലെ എല്ലാ അധ്യായങ്ങളിലും യോഗം എന്നുണ്ട് അല്ലെ. സാഖ്യയോഗം, അർജുന വിഷാദ യോഗം, കർമ്മയോഗം, അങ്ങനെ ജ്ഞാനയോഗം എല്ലാം. എന്താണ് യോഗം? കണക്റ്റിംഗ് ടു ഗോഡ് ആണ് അല്ലെ. അപ്പോ ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്തിടത്തോളം കാലം നമ്മൾക്ക് ഇവിടെ ശ്രേയസ് ഉണ്ടാവില്ല, യാതനകൾ മാത്രമാണ് ഉണ്ടാവുക. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പോ ഇവിടെ നോക്കൂ, ഇവിടത്തെ എന്താ നമുക്ക് പറഞ്ഞു തരുന്ന ഈ പിക്ചറ്, ശരീരം പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ സ്ഥൂല ശരീരത്തിനെ അല്ല നമ്മൾ പരിപോഷിപ്പിക്കേണ്ടത്, മറിച്ച് അതിനകത്തുള്ള ആത്മാവ്, ആ ജീവാത്മാവിനെയാണ് നമ്മൾ പരിപോഷിപ്പിക്കേണ്ടത്. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. നമ്മളുടെ വീട്ടിലൊരു ആൺകുട്ടി ഉണ്ടായി. അവൻ 3 വയസ്സായപ്പോ അവൻ സൈക്കിൾ വേണം, വണ്ടി വേണം പറഞ്ഞു. നമ്മൾ കൊടുത്തു അല്ലെ, 3 ചക്രമുള്ള സൈക്കിൾ വാങ്ങിക്കൊടുത്തു. അത് കഴിഞ്ഞു സ്കൂളിൽ പോയപ്പോ അവൻ ഇത് വലിച്ചെറിഞ്ഞു. എനിക്കിത് വേണ്ട, എനിക്ക് നല്ല സൈക്കിൾ വേണം പറഞ്ഞു. അങ്ങനെ നമ്മൾ 2 ചക്രമുള്ള സൈക്കിൾ മേടിച്ചു കൊടുത്തു അല്ലെ. പിന്നെ കോളേജിലെത്തിയപ്പോ അവൻ സൈക്കിളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് സ്കൂട്ടർ വേണമെന്ന്. അപ്പൊ അത് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അവൻ കോളേജിലൊക്കെ പഠിച്ച് ജോലി കിട്ടിയപ്പോ അവൻ കാർ വാങ്ങിച്ചു അല്ലെ. അപ്പോഴ് ഡ്രൈവർ ഒന്നാണേ, എല്ലാത്തിന്റെയും ഡ്രൈവർ ഒന്നാ, വണ്ടികൾ മാത്രമാണ് മാറണത്. അതേപോലെ നമ്മളുടെ ഈ ശരീരത്തിന് മാറ്റമുണ്ട് അല്ലെ. നമ്മുടെ ആത്മാവ് മാറണില്ല. ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് വന്നപ്പോഴൊന്നും മാറിയിട്ടില്ല. വൃദ്ധാവസ്ഥയിലും അതേ ആത്മാവ് തന്നെയാ. അപ്പൊ ഇവിടെ ഒരു ജനന മരണ ചക്രമാണ് ഇവിടെ കാട്ടിയിട്ടുള്ളത്. ഇവിടെ നോക്കൂ, ഒരു കുട്ടി ജനിക്കുന്നുണ്ട് അല്ലെ. അത് പിന്നെ അങ്ങനെ വളരുന്നു, പിന്നെ എന്തോ പ്രവൃത്തിയൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ഷയിച്ചു, അങ്ങനെ മരിച്ചു, വീണ്ടും മറ്റൊരു ജന്മം എടുത്തു. എപ്പോഴും മനുഷ്യ ശരീരം തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ, ഇവിടെ കാണിച്ചത് അതാണ് എന്ന് മാത്രം. അങ്ങനെ വീണ്ടും ജനിച്ചു, വീണ്ടും മരിച്ചു, വീണ്ടും ജനിക്കുക, അങ്ങനെ ഒരു ചക്രമാണിത്. ജനന മരണ ചക്രത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ഇതിൽ നിന്നുള്ള ഒരു മോചനം, അതാണ് നമുക്ക് വേണ്ടത്. 84 ലക്ഷം തരം ജീവികളുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതും കേൾക്കാത്തതും കാണാത്തതുമായിട്ടുള്ള പല തരം ജീവികളുണ്ട്. 14ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുമ്പോ ആത്മാവിനെ കുറിച്ചാണ് അല്ലെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആത്മാവ് പഞ്ചഭൂതാത്മകമായ ശരീരത്തിനകത്തുള്ള അനശ്വരനായിട്ടുള്ള ഒരു ആത്മാവുണ്ട് എന്ന് ഭഗവാൻ പറയാണ്. അപ്പൊ ഈ ആത്മാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ. ഋഷിമാര് ധ്യാനത്തിലൂടെ കണ്ടെത്തിയിട്ടുള്ള അറിവാണിത്. ഉപനിഷത്തുകളിൽ വിവരിക്കുന്നുണ്ട്. ബാലാഗ്രശതഭാഗസ്യ ശതഥാ കൽപ്പിതസ്യ ച ഭാഗോ ജീവസ വിജ്ഞേയ സജാനന്ത്യായ കൽപ്പത്തെ എന്ന് വെച്ചാല് ഈ ആത്മാവിന്റെ വലിപ്പം എത്രയാണെന്നറിയോ? നമ്മുടെ കേശാഗ്രം ഉണ്ടല്ലോ, തലമുടിനാരിന്റെ അറ്റം, അതിന്റെ 10,000-ൽ 1 ഭാഗം മാത്രാണ് ഈ ആത്മാവിന്റെ വലിപ്പം. ആത്മാവിനെ കുറിച്ച് തെളിവ് നൽകാൻ ആർക്കും സാധിക്കില്ല. സ്നേഹം, വേദന, ഇതൊക്കെ എത്രയുണ്ട് എന്ന് എങ്ങനെയാ പറയാൻ പറ്റുക നമുക്ക്? അതുപോലെ അല്ലേ, പറയാൻ കഴിയില്ല, തെളിയിക്കാൻ പറ്റില്ല. അപ്പോ നമ്മുടെ ഋഷീശ്വരന്മാര് കണ്ടെത്തി അനുഭവിച്ചറിഞ്ഞ സത്യം, അവർക്ക് ലാബറട്ടറി ഒന്നുമില്ല അല്ലെ. ഋഷീശ്വരന്മാർക്ക് അവരുടെ ലാബറട്ടറി അവരുടെ മനസ്സ് തന്നെയാ അല്ലെ. അപ്പോ ശാസ്ത്രജ്ഞന്മാര് സയന്റിസ്റ്റിന്റെ പോലെ ലാബിൽ പരീക്ഷണ നിരീക്ഷണം നടത്തിയിട്ട് കണ്ടുപിടിച്ചു ഇവിടെ ഓക്സിജൻ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ ശാസ്ത്രജ്ഞര് കണ്ടുപിടിച്ച കാരണം നമുക്കത് വലിയ വിശ്വാസമാണ് അല്ലെ. അപ്പോ നമ്മളുടെ ഈ ജീവനൊപ്പം മനസ്സും സൂക്ഷ്മ ശരീരവും ഒക്കെ കൂടിയാണ് വേറൊരു പുനർജന്മം ഉണ്ടാവുന്നത്, മറ്റൊരു ശരീരം സ്വീകരിക്കുന്നത്. എന്നാൽ ഈ ജീവനെ ആരും കണ്ടിട്ടില്ല.
സ്കാൻ ചെയ്ത് നോക്കിയാൽ പോലും ജീവനെ കാണാൻ പറ്റണില്ല അല്ലേ? അപ്പോ ധ്യാനത്തിലൂടെ നമ്മുടെ ഋഷിമാര് കണ്ടെത്തി അനുഭവിച്ചറിഞ്ഞ സത്യമാണത്. ഒരു ജീവന്റെ ഫൗണ്ടേഷൻ നോളജ് എന്ന് പറഞ്ഞാല് ആത്മാവാണ് ഞാൻ എന്നതാണ്. അല്ലാതെ നമ്മൾ ഈ ശരീരമല്ല. ഗുരു ഏറ്റവും ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത് അതാണ്. ഞാൻ സച്ചിദാനന്ദ ആത്മാവാണ്. അതാണ് ഒരു ഗുരു ഒരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്ന ആദ്യത്തെ അറിവ്. 14ാമത്തെ ശ്ലോകത്തിലേക്ക് പോണു. മാത്ര സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദ ആഗമാപായിനോ നിത്യാസ്താം തിതിക്ഷസ്വ ഭാരത. ഹേ കുന്തിപുത്ര, ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും മഞ്ഞുകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും ഗതിവിഗതികൾ പോലെയത്രേ ഇന്ദ്രിയാനുഭൂതികളിൽ നിന്ന് അവയുണ്ടാകുന്നു. ഹേ ഭാരത, അവയെ അസ്വസ്ഥനാകാതെ സഹിക്കാൻ ഒരാൾ പഠിക്കണം. എന്താ പറയണേ? ക്ഷണിക സുഖങ്ങള് ദുഃഖങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും അല്ലെ? അപ്പൊ അതിന് ഒരു സുഖം വരുമ്പോ തുള്ളി ചാടുക, എന്നാലോ ദുഃഖം വരുമ്പോ ആകെ തകർന്നു വീഴുക. അങ്ങനെ ആവാമോ? പാടില്ല. ഭഗവാൻ പറഞ്ഞു തരാണ്, ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും എങ്ങനെയാ? മഞ്ഞുകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും വരവും പോക്കും പോലെയുള്ളൂ അല്ലെ? അത് മഞ്ഞുകാലം വരണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? വേനൽക്കാലം വരണ്ട പറയാൻ പറ്റില്ല അല്ലെ? അതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും ഒക്കെ വന്നും പോയും ഇരിക്കും. നമ്മൾക്കത് തടയാൻ പറ്റില്ല. ഇന്ദ്രിയ എങ്ങനെയാണ് ഈ സുഖം ദുഃഖം എന്നൊക്കെ നമ്മൾ വിവേചിച്ച് ഭാവന ചെയ്യണത്? അതൊക്കെ നമ്മളുടെ ഈ ഇന്ദ്രിയങ്ങള്, നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി അല്ലെ? 5 ഇന്ദ്രിയങ്ങളുടെ ആ അനുഭൂതി അല്ലെ? സുഖമുള്ളത്, നല്ലത് കാണുമ്പോ വലിയ സുഖ, നല്ലത് രുചിക്കുമ്പോ സുഖം അല്ലെ? നല്ലത് കേൾക്കുമ്പോ സുഖം. അങ്ങനെ അത് ആപേക്ഷികമാണ്. ചില പേർക്ക് സുഖം, ചില പേർക്ക് സുഖമല്ല അല്ലെ? അപ്പൊ ഇന്ദ്രിയ അനുഭൂതികളിൽ നിന്നാണ് സുഖദുഃഖങ്ങൾ ഉണ്ടാവണത്. അതൊക്കെ ഭാരത എന്നാ വിളിക്കണേ അർജുനനെ. അവയെ അസ്വസ്ഥനാവാതെ സഹിക്കാൻ ഒരാൾ പഠിക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ സുഖം വരും ദുഃഖം വരും അല്ലെ നമ്മുടെ ജീവിതത്തില്. അത് നമുക്ക് കൺട്രോളിൽ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോ ഇന്ദ്രിയ അനുഭൂതികളിൽ നിന്നാണ് ഒരാൾക്ക് സുഖം എന്ന് തോന്നും, മറ്റൊരാൾക്ക് ദുഃഖം എന്ന് തോന്നും. അങ്ങനെയുള്ളതൊക്കെ വന്നു പോവും, കാലാവസ്ഥയുടെ ഗതിവിഗതി പോലെ. പക്ഷെ അതൊക്കെ അസ്വസ്ഥനാവാതെ ഒരാൾ സഹിക്കാൻ പഠിക്കണം എന്നാണ്. ഇപ്പൊ മഞ്ഞുകാലത്തും വേനൽക്കാലത്തും നമ്മൾ നമ്മുടെ കർത്തവ്യം ഒക്കെ ചെയ്യുക തന്നെ വേണം അല്ലെ? മഞ്ഞാണെന്ന് പറഞ്ഞിട്ട് വൈദിക വിധി എന്താണ്? മഞ്ഞുകാലത്തും പ്രാതസ്നാനം വേണം എന്നാ അല്ലെ? അതുപോലെ കുടുംബിനികള് പറയാണ്, വേനൽക്കാലത്ത് വലിയ ചൂടാ, ഞാൻ അടുക്കളയിലൊന്നും പാചകം ചെയ്യില്ല. പറയാൻ പറ്റില്ല അല്ലെ? അവരുടെ സ്വധർമ്മം അതാ, ചെയ്യണം. അപ്പോ ക്ഷണിക സുഖദുഃഖങ്ങളൊക്കെ സഹിക്കാൻ നമ്മള് പഠിക്കണം എന്നാണ്. ശരീരത്തിലെങ്ങും വ്യാപിച്ചിരിക്കുന്ന സത്ത, അതാണ് ഈ ദേഹി അല്ലെങ്കിൽ ജീവാത്മാവ്. ആ സത്തയ്ക്ക് ഒരിക്കലും നാശമില്ല എന്ന് ഭഗവാൻ പറഞ്ഞു തരാണ്. അനശ്വരനാണ് ആത്മാവ്. ആ ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. ഭൗതികമായിട്ടുള്ള ഈ ദേഹം, സ്ഥൂല ശരീരം, അതിന് മാത്രമാണ് നാശമുള്ളൂ. അതിൽ വാഴുന്ന ജീവാത്മാവ് ശാശ്വതനാണ്. ഈ ജീവാത്മാവ് കൊല്ലപ്പെടുകയോ കൊല്ലുകയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് അർജുനനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്. ഇവിടെ കാലാവസ്ഥ മാറ്റം അനുസരിച്ച് ഒരു വൃക്ഷത്തിന് പോലും മാറ്റങ്ങൾ സംഭവിക്കും അല്ലെ? സമ്മർ വിന്ററിലൊക്കെ ഇല പൊഴിയും, ഉണങ്ങും, പിന്നെ വീണ്ടും കിളിർക്കും. അങ്ങനെ സുഖം ദുഃഖം എല്ലാം ഉണ്ടാവും അല്ലെ നമ്മുടെ ജീവിതത്തിലും. 20ാമത്തെ ശ്ലോകം. ന ജായതേ മ്രിയതേ വാ കദാചിന്നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ആത്മാവിന് ഒരിക്കലും ജനന മരണങ്ങളില്ല. അത് ഉണ്ടായിട്ടില്ല, ഉണ്ടാകുന്നില്ല, ഭാവിയിൽ ഉണ്ടാവുകയുമില്ല. അജനും നിത്യനും ശാശ്വതനും പ്രാചീനനുമാണത്. ശരീരം നശിക്കുമ്പോൾ അതിന് മരണമില്ല. അർജുനനോട് പറഞ്ഞു കൊടുക്കാണ്, അർജുന, ഈ ആത്മാവിന് ജനനോ മരണോ ഒന്നുമില്ല. ആത്മാവ് ഉണ്ടായിട്ടില്ല, ഓൾറെഡി ഉള്ളതാണ്. ഓൾറെഡി ഉള്ള സാധനം പിന്നെ ഉണ്ടാവേണ്ടതില്ല അല്ലെ? ഉണ്ടാകുന്നില്ല, ഭാവിയിൽ ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം എന്താ? അജനാണ്, ജനിക്കാത്തവനാണ്. അജൻ നിത്യനാണ്, എന്നും ഉള്ളതാണ്, ശാശ്വതനാണ് അല്ലെ? നശിക്കുന്നതല്ല, പെർമനന്റാ. പ്രാചീനനുമാണത്. പ്രാചീനൻ എന്ന് പറഞ്ഞാ വളരെ പണ്ട് തൊട്ടേ ഉള്ളതാ അല്ലെ? അങ്ങനെയുള്ള
ഉള്ള ആ ആത്മാവിന് നാശമില്ല. ശരീരം നശിക്കുമ്പോൾ അതിന് മരണമില്ല. ഈ ശരീരത്തിനാണ് മരണമുള്ളത്, അല്ലെ? ആ ആത്മാവിന് ഒരിക്കലും ഒരു നാശവും ഉണ്ടാകുന്നില്ല. ഭഗവാൻ പറയാണ് മറ്റൊരു ഉദാഹരണത്തിലൂടെ. 22ാമത്തെ ശ്ലോകം. ഇപ്പോ ഈ പരമപുരുഷൻ ഭഗവാന്റെ സൂക്ഷ്മാണുപ്രായമായിട്ടുള്ള ആത്മാവ്, അതായത് ഭഗവാൻ പരമാത്മാവ്, ഈ ജീവാത്മാക്കളൊക്കെ ഭഗവാന്റെ അംശങ്ങളാണ്, സൂക്ഷ്മമായിട്ടുള്ള അംശം ആണ്, ഭഗവത് അംശമാണ് നമ്മുടെ ജീവാത്മാക്കളൊക്കെ. അപ്പൊ ഭഗവാന്റേതായ ഗുണങ്ങളൊക്കെ നമ്മളിലുമുണ്ട്. കാരണം എന്താ? നമ്മളൊക്കെ ഭഗവാന്റെ അംശം തന്നെയാണ്. ഇപ്പൊ ഭഗവാൻ വിഭുവാണ്, നമ്മളൊക്കെ അണുവാണ്. അപ്പോ ഈ ശരീരത്തിന് എന്ന പോലെ മാറ്റങ്ങൾക്ക് വിധേയമല്ല ആത്മാവ്. ശരീരത്തിന് 6 തരം മാറ്റമുണ്ട്. എന്തൊക്കെയാണ്? ഭൂമിയിലേക്ക് ജനനം, വളർച്ച, ചിലതെല്ലാം ചെയ്യുക, ക്ഷയിക്കുക, മറയുക. ആത്മാവിന് മരണമില്ല, കാലഭേദങ്ങളില്ല, ശാശ്വതനും ആദിമനുമാണ് ആത്മാവ്. ആത്മാവിനെ കാണാൻ സാധിക്കില്ല, അല്ലെ? എങ്കിലും ആ അവബോധത്തിന്റെ സാന്നിധ്യം കൊണ്ട് ആത്മാവ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. സത്തുപോയി എന്ന് പറയും, അല്ലെ? ചത്തുപോയി, ജഡ അവിടെ ഉണ്ടാവും. അപ്പൊ പക്ഷെ ആൾക്കാര് പറയും ആള് പോയി എന്ന് പറയും. ആളുടെ ബോഡി അവിടെ ഉണ്ടല്ലോ, അപ്പൊ അതിനകത്തുനിന്ന് എന്തോ പോയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം, അല്ലെ? ആള് പോയി എന്ന് പറയും. അപ്പോ ആ അവബോധം അത് പോയി. ആ അവബോധത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലേ ആ ശരീരത്തിന് പ്രവർത്തനക്ഷമമാവാൻ പറ്റുള്ളൂ. അപ്പൊ ആത്മാവ് കണ്ടിട്ടില്ല ആരും, അല്ലേ? പക്ഷേ നമുക്കത് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഹരേ കൃഷ്ണ. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണോന്യന്യാനി സംയാതി നവാനി ദേഹി. പഴകിയ ഉടുപ്പുകൾ മാറ്റി പുതിയവ എടുത്തണിയുന്നത് പോലെ ജീർണിച്ച് ഉപയോഗിക്കാൻ കൊള്ളാത്തതായ ഭൗതിക ശരീരങ്ങൾ ഉപേക്ഷിച്ച് ദേഹി പുതുദേഹങ്ങൾ സ്വീകരിക്കുന്നു. ഇപ്പൊ നമ്മള് 2 കൊല്ലമൊക്കെ ഉപയോഗിച്ച തുണി കീറാനൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ അത് ഉപേക്ഷിച്ച് പുതിയ ഒരു ഡ്രസ്സ് എടുക്കും, അല്ലെ? അതുപോലെ ജീർണിച്ചിട്ട് ഉപയോഗിക്കാൻ കൊള്ളാത്ത ഭൗതിക ശരീരമായി, അല്ലെ? പ്രായം കുറെ ഏറെ ചെല്ലുമ്പോള് കണ്ണ്, ചെവി ഒന്നും വർക്ക് ചെയ്യില്ല, ശരിക്കും കാല് മുട്ടുവേദന, അല്ലെ? നടക്കാൻ പറ്റണില്ല. അങ്ങനെയൊക്കെ ആവുമ്പോ ആ ശരീരം ഉപേക്ഷിക്കുക, അല്ലെ? എന്നിട്ടൊരു ഫ്രഷ് ആയിട്ടൊരു ശരീരം കിട്ടുക, നല്ലതല്ലേ അത്? അങ്ങനെ ഈ ഒന്നിനും ഉപയോഗിക്കാൻ കൊള്ളാത്ത ശരീരം, ഭൗതിക ശരീരം ഉപേക്ഷിച്ചിട്ട് ദേഹി പറഞ്ഞ ആത്മാവ്, ദേഹി പുതുദേഹങ്ങൾ സ്വീകരിക്കുന്നു. അതാണ് മരണവും പുനർജന്മവും. അപ്പോ പുനർജന്മമുണ്ട് എന്നുള്ളത് അസന്നിഗ്ധമായിട്ട് ഭഗവാൻ ഇവിടെ ഈ പല ശ്ലോകങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അല്ലേ? പഴയ ഡ്രസ്സൊക്കെ, പഴയ വസ്ത്രം ഉപേക്ഷിച്ചിട്ട് പുതിയ വസ്ത്രം സ്വീകരിക്കുന്നത് പോലെയാണ് ഈ ആത്മാവ് ഈ ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കാണിച്ചിട്ടുണ്ട്, അല്ലേ? യൂണിഫോം വെള്ള കുപ്പായത്തിലൊക്കെ കറയാക്കി കൊണ്ടുവന്നു. അപ്പൊ പിന്നത്തെ കൊല്ലാവുമ്പോ പുതിയ ഒരു യൂണിഫോം ഡ്രസ്സ് കൊടുത്തു, അല്ലെ? അത് ഉപേക്ഷിച്ചിട്ട് പുതിയ ഡ്രസ്സ് എടുത്തു. സന്തോഷാണ്, അല്ലെ? പുതിയ ഡ്രസ്സ് കിട്ടുമ്പോ. അതല്ലാതെ കരയേണ്ട ആവശ്യമില്ല പുതിയ ഡ്രസ്സ് കിട്ടുമ്പോൾ. 23ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുമ്പോ നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ജൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുത. പറയാണ് ആത്മാവിനെ ആയുധങ്ങൾക്ക് മുറിക്കാനാവില്ല. ഈ ആത്മാവിനെ മുറിച്ച് കഷ്ണാക്കാന്ന് വെച്ചാൽ പറ്റുമോ? ഇല്ലാത്രേ. അഗ്നിക്ക് ദഹിപ്പിക്കാൻ പറ്റുമോ? ഇല്ലെന്നാ പറയണേ. വെള്ളത്തിന് നനയ്ക്കാനോ കാറ്റിന് ശോഷിപ്പിക്കാനോ കഴിയില്ല. ഈ ആത്മാവിനെ ഒന്നും ഏത് തരത്തിലും നശിപ്പിക്കാൻ പറ്റില്ല എന്നാ പറയണത്. അപ്പൊ ആയുധങ്ങൾക്ക് മുറിക്കാൻ പറ്റില്ല, അഗ്നി കൊണ്ട് ദഹിപ്പിക്കാനോ വെള്ളത്തിന് നനയ്ക്കാനോ കാറ്റിന് ശുഷ്കിപ്പിക്കാനോ ഒന്നും സാധിക്കില്ല. പിന്നെ എങ്ങനെ അതിനെ നശിപ്പിക്കുക, അല്ലേ? ആത്മാവിനെ. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ആത്മാവിനെയാണ് കാണിച്ചിരിക്കുന്നത്. ആത്മാവ് ഒരു സ്പിരിച്വൽ സ്പാർക്കാണ്, അത് ദൈവികമാണ്, ഭഗവത് അംശമാണ്, അണുവാണ്. 27ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുമ്പോ ജാതസ്യ ഹി ധ്രുവോ മൃത്യുർ ധ്രുവം ജന്മമൃതസ്യ ച തസ്മാദപരിഹാര്യർത്ഥേന ത്വം ശോചിതുമർഹസി. ജനിച്ചവന് മരണം നിശ്ചിതമത്രേ, മരിച്ചവന് ജനനവും. അതിനാൽ തന്റെ അനിവാര്യമായ കർത്തവ്യ നിർവഹണത്തെപ്പറ്റി നീ വ്യസനിക്കേണ്ടതില്ല. ഇപ്പൊ ഒരാൾ ജനിച്ചാൽ മരിക്കണം, ഉറപ്പായിട്ടും മരിക്കണം, അല്ലെ? 100 വർഷം കഴിഞ്ഞാലെങ്കിലും മരിക്കണം. മരിച്ചവനോ വീണ്ടും ജനിക്കുകയും വേണം. അതിനാൽ എന്തു ചെയ്യണം?
അനിവാര്യമായ കർത്തവ്യ നിർവഹണത്തെ പറ്റി വ്യസനിക്കേണ്ട എന്ന് അർജുനനോട് പറയുമ്പോ ഈ വേളയിൽ അർജുനന്റെ കർത്തവ്യ നിർവഹണം എന്താണ്? ധാർമ്മികമായിട്ടുള്ള യുദ്ധമാണ് ചെയ്യേണ്ടത്. ക്ഷത്രിയനായ അർജുനന്റെ ആ സ്വധർമ്മം എന്താണ്? കർത്തവ്യം എന്താണ്? യുദ്ധം ചെയ്യുക അല്ലേ? ധർമ്മയുദ്ധമാണ്. അങ്ങനെ നീ നിന്റെ കർത്തവ്യം വ്യസനിക്കാതെ ചെയ്തോളൂ. അതിന്റെ ഫലം എന്തോ ആവട്ടെ, നീ നിന്റെ കർത്തവ്യം ചെയ്യൂ അർജുന. ജനിച്ചവര് മരിക്കും, മരിച്ചവര് ജനിക്കുകയും ചെയ്യും. അതൊക്കെ അപരിഹാര്യമായിട്ടുള്ള കാര്യങ്ങളാ, പരിഹരിക്കാൻ പറ്റാത്തതാ. അതുകൊണ്ട് നീ അതിലൊന്നും വ്യസനിക്കേണ്ട. നീ ഇപ്പൊ എന്തേ വേണ്ടൂ? നീ നിന്റെ കർത്തവ്യം ശരിയായി നിർവഹിച്ചോളൂ എന്ന് പറയാണ്. ഇപ്പൊ ഇവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട് അല്ലെ? ഒരാള് മുങ്ങിച്ചാവാൻ പോവുക. അപ്പൊ അയാളെയാണോ രക്ഷിക്കേണ്ടത്, അതോ ആ ലൈഫ് ജാക്കറ്റ് ആണോ രക്ഷിക്കേണ്ടത്? അയാളെ രക്ഷിക്കേണ്ടത് അല്ലേ? ഇപ്പൊ അർജുനൻ എന്താ ചിന്തിക്കണത്? അവര് മരിക്കും എന്ന്. അവരുടെ ആത്മാവിനെ കൊല്ലാൻ ആർക്കും പറ്റില്ല അല്ലെ? ലൈഫ് ജാക്കറ്റ് രക്ഷിക്കണ പോലെയാണ് ഇപ്പൊ ആ ശരീരം രക്ഷിക്കാൻ നോക്കുകയാണ് അർജുനൻ. ഇവിടെ ഈ ശരീരമാണ് രക്ഷിക്കേണ്ടത്, ലൈഫ് ജാക്കറ്റ് അല്ല രക്ഷിക്കേണ്ടത് അല്ലെ? ആത്മാവിനെയാണ് രക്ഷിക്കേണ്ടത്, ശരീരത്തിനെ അല്ല. ശരീരത്തിനെ ആർക്കും രക്ഷിക്കാനും പറ്റില്ല അല്ലെ? അതൊരു നാളെ ജനിച്ചാൽ മരിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ ജീവിതത്തിലെ താൻ ചെയ്ത കർമ്മം അനുസരിച്ചിട്ട് ഒരാൾക്ക് ജന്മം എടുക്കേണ്ടി വരികയാണ്. ആ കർമ്മങ്ങളുടെ കാലാവധി കഴിയുമ്പോഴോ അടുത്ത ജന്മം എടുക്കാനായിട്ട് മരിക്കുകയും വേണം അല്ലേ? അതെല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാ. 30ാമത്തെ ശ്ലോകം. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. ഹേ ഭാരത, ദേഹി എന്ന് പറഞ്ഞ ദേഹത്തിൽ വസിക്കുന്ന സത്ത അനശ്വരനാണ്. അതിനെ കൊല്ലുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഏതൊരു ജീവനെ കുറിച്ചും നീ വ്യസനിക്കേണ്ടതില്ല. പറയാണ് ഭാരത എന്നാ വിളിക്കുന്നത് അർജുനനെ. അപ്പൊ ഈ ആത്മാവുണ്ടല്ലോ, ഈ ദേഹി, അത് അനശ്വരനാണ്. അതിനെ ആർക്കും കൊല്ലാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു ജീവനെ കുറിച്ച് നീ സങ്കടപ്പെടേണ്ട അർജുന എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്. ഒരു പ്രവൃത്തി പാപം പുണ്യം എന്നൊക്കെ ആവുന്നത് എങ്ങനെയാണ്? ബാഹ്യപ്രവൃത്തിയല്ല, മനോഭാവമാണ് പാപപുണ്യങ്ങൾക്കൊക്കെ കാരണം. ഇപ്പൊ ഒരു ഡോക്ടർ, ഒരു സർജൻ കത്തി ഉപയോഗിക്കുന്നുണ്ട്, അതൊരു രോഗിയെ രക്ഷിക്കാൻ. എന്നാ ഒരു കള്ളൻ ഒരു കത്തി ഉപയോഗിക്കുന്നതോ ഉപദ്രവമാണ് അല്ലെ? കൊല്ലാനാണ്. യുദ്ധത്തിൽ ഒരു സോൾജിയർ ശത്രുവിനെ കൊല്ലും അല്ലെ? എന്നാ അതേ തോക്ക് ഉപയോഗിച്ചിട്ട് വന്ന് സിവിലിയനെ കൊന്നാലോ അപ്പൊ ശിക്ഷയുണ്ട്. അതുപോലെയാണ് ഒരു മനോഭാവം അനുസരിച്ചാണ് പാപപുണ്യങ്ങള്. ഇപ്പൊ ഇതിവിടെ ധാർമ്മികമായിട്ടുള്ള യുദ്ധമാണ്, അത് നീ വിഷമിക്കാതെ തന്നെ ചെയ്യാം എന്നാണ്. ഇവിടെ ആത്മാവിനെയാണ് കാണിച്ചിട്ടുള്ളത്. 37ാമത്തെ ശ്ലോകം. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. പറയാണ്, ഒന്നുകില് കുന്തിപുത്ര, ഒന്നുകിൽ നീ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് സ്വർഗം പോകും, അല്ലെങ്കിൽ വിജയം നേടി സാമ്രാജ്യം ഭരിക്കും. ഏതായാലും ഉറച്ച തീരുമാനത്തോടെ എഴുന്നേറ്റ് യുദ്ധം ചെയ്യൂ. പറയാണ് അർജുനനോട്, ജയം തോൽവി അതൊക്കെ യുദ്ധത്തിൽ പറഞ്ഞിട്ടുള്ളതാ. അഥവാ നീ ഇപ്പോ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് വീരസ്വർഗം കിട്ടും അല്ലെ? യുദ്ധത്തിൽ മരിക്കുന്ന യോദ്ധാക്കള് വീരസ്വർഗം പോകുന്നാ. അപ്പൊ നിനക്ക് സ്വർഗം പോകാം. അല്ല, വിജയമാണ് നിനക്ക് ഉണ്ടായെന്ന് വിചാരിച്ചാലോ നിനക്ക് സാമ്രാജ്യം ഭരിക്കാം. രണ്ടായാലും നീ ഉറച്ച തീരുമാനത്തോടെ എഴുന്നേറ്റ് യുദ്ധം ചെയ്തോളൂ അല്ലെ? ഇവിടെ സ്വർഗം, വീരസ്വർഗം കിട്ടി, അല്ലെങ്കിൽ രാജ്യം കിട്ടി. 38. സുഖ ദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപം അവാപ്സ്യസി. പറയാണ്, യുദ്ധത്തിന് വേണ്ടി മാത്രം നീ യുദ്ധം ചെയ്യുക. ഫലം സന്തുഷ്ടിയോ സന്താപമോ നഷ്ടമോ ലാഭമോ ജയമോ തോൽവിയോ എന്നതിനെ കുറിച്ച് ഓർക്കരുത്. എന്നാൽ നിനക്കൊരിക്കലും പാപമേൽക്കില്ല. പറയാണ്, നീ യുദ്ധം ചെയ്തോളൂ. നിന്റെ സ്വധർമ്മം, നിന്റെ കർത്തവ്യം നീ നിർവഹിച്ചോളൂ. അതില് എന്താണ് ഫലം, റിസൾട്ട് എന്താണെന്നൊന്നും നീ അറിയണ്ട. സന്തുഷ്ടിയാണോ സന്താപമാണോ ലാഭനഷ്ടമാണോ തോൽവിയാണോ ജയമോ അതൊന്നും നീ ഓർക്കണ്ട. നീ ഇവിടെ കർമ്മയോഗമാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. എല്ലാ കർമ്മവും നമ്മള് ഓരോരുത്തരും ഓരോ പ്രവർത്തന മണ്ഡലത്തിലുള്ളവരാ. അവരൊക്കെയും പ്രവർത്തിക്കുമ്പോഴും എല്ലാ കർമ്മം നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സ് ഭഗവാനിൽ ഊന്നിക്കൊണ്ട് ഭഗവത് അർപ്പണമായിട്ട് ആ കർമ്മം ചെയ്താല് നമുക്ക് പാപപുണ്യങ്ങളൊന്നും പിന്നെ ഏൽക്കില്ല എന്നുള്ളതാണ്.
അപ്പോ അതാ ഇവിടെ പറയണത്, കർമ്മയോഗമാണ് പറയുന്നത്. ഇപ്പോ നീ യുദ്ധത്തിനു വേണ്ടി നീ യുദ്ധം ചെയ്തോളൂ, നീ ഒന്നും ഫലത്തിനെ പറ്റി ഓർക്കേ വേണ്ട. അതുകൊണ്ട് അങ്ങനെ വരുമ്പോ നിനക്ക് പാപമേൽക്കില്ല എന്ന് പറയാണ്. 40-ാമത്തെ ശ്ലോകം. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. അപ്പൊ എന്താ പറയണേ? നഷ്ടമോ ലാഭമോ ഈ ഉദ്യമത്തിലില്ല. ഭഗവത് അർപ്പണമായിട്ട് ഭഗവാനിൽ മനസ്സൂന്നിക്കൊണ്ട് നമ്മൾ നമ്മുടെ സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോൾ ലാഭമോ നഷ്ടമോ ആലോചിക്കേണ്ടതില്ല. ഈ വഴിക്കുള്ള ചെറിയൊരു മുന്നേറ്റവും മഹാഭയങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്നു. എന്ന് വെച്ചാല് ഈ ആധ്യാത്മിക കാര്യങ്ങള്, ആത്മീയ കാര്യങ്ങള് കുറച്ചേ ഇപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ചാലും നമ്മൾ വിഷമിക്കേണ്ട. അടുത്ത ജന്മം നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യാനുള്ള അവസരം തരും. ആധ്യാത്മികതയ്ക്ക് അങ്ങനെയാ, ഒരു തുടർച്ചയുണ്ട്. ഈ ജന്മം പൂർത്തീകരിച്ചില്ലെങ്കിലും അടുത്ത ജന്മം തുടങ്ങി വെക്കാം. ഭക്തി ചെയ്യാലൊക്കെ തുടങ്ങി വെക്കാം. ഹരേ കൃഷ്ണ. എന്തു ചെയ്യുന്നതും കൃഷ്ണനു വേണ്ടിയിട്ടാവണം. അത് ദിവ്യമായിട്ടുള്ള അവബോധം, അതാണ് കൃഷ്ണാവബോധം. നമ്മുടെ അവബോധം ഉണ്ടല്ലോ, നമ്മുടെ ചേതന, അത് ഭഗവാനിൽ ഉറപ്പിക്കാം. അതാണ് ഭക്തിയോഗം. അതാണ് ഇവിടെ പറയുന്നത് ഭഗവാൻ. എല്ലാ യോഗം, ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം എല്ലാം ഭഗവാൻ ഈ അധ്യായത്തിലൂടെ നമുക്ക് കുറച്ചായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്തുള്ള അധ്യായങ്ങളിൽ പറയുന്നുണ്ടാവും. ഇന്ദ്രിയ തൃപ്തിയൊന്നും കാക്ഷിക്കാതെ കൃഷ്ണാവബോധത്തോടെ കൃഷ്ണനു വേണ്ടി പ്രവർത്തിക്കുക. അപ്പോഴാണ് ശാശ്വതമായിട്ടുള്ള ഫലം നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. ഹരേ കൃഷ്ണ. ഇവിടെ എന്താണ് കാണിച്ചത്? ഇവിടെ കാണിച്ചത്, ഇവിടെ രാമരാവണ യുദ്ധം, സേതുബന്ധന സമയത്ത് ഹനുമാൻ സ്വാമി വലിയ പർവ്വതം പോലെ കണക്കിനുള്ള പാറകളൊക്കെ കൊണ്ടുവന്ന് വെച്ചു അല്ലെ. എന്നാലും ഒരു അണ്ണാരക്കണ്ണൻ വന്നിട്ട് കുഞ്ഞ് കല്ലുകളൊക്കെ പെറുക്കി വെച്ചു. അപ്പൊ അണ്ണാരക്കണ്ണനോട് കാലിന്റെ അവിടെ നിന്ന് മാറാൻ വേണ്ടിയിട്ട് തട്ടിക്കളയും ഹനുമാൻ സ്വാമി, ഡിസ്റ്റർബൻസ് ആയിട്ട്. അപ്പോഴോ ശ്രീ രാമചന്ദ്രപ്രഭു എന്താ ചെയ്തേ? അണ്ണാരക്കണ്ണനെയും അനുഗ്രഹിച്ചു അല്ലെ. അപ്പൊ സ്വല്പമേ ചെയ്തിട്ടുള്ളൂ എങ്കിലും ഭഗവാന്റെ അംഗീകാരം അവിടെ ഉണ്ടാവും. അതാണ് ഇവിടെ കാണിക്കുന്നത്.